കാർഷിക വാർത്തകൾ. വിപണിയിൽ താരമായി തേങ്ങയും വെളിച്ചെണ്ണയും. തേങ്ങയുടെ ചില്ലറ വില 90 രൂപയായി ഉയർന്നപ്പോൾ വെളിച്ചെണ്ണ വില 500 രൂപയിലേക്ക് കുതിക്കുകയാണ്. വിലവർധനയ്ക്ക് മുന്നിൽ താളം തെറ്റുകയാണ് സാധാരണക്കാരുടെ അടുക്കള ബജറ്റ്. ഈ വർഷം ഏറ്റവും കൂടുതൽ വില ഉയർന്ന ഭക്ഷ്യോൽപ്പന്നം തേങ്ങയാണ്. ജനുവരി ആദ്യം ലിറ്ററിന് 200 രൂപയ്ക്ക് താഴെ നിന്നിരുന്ന വെളിച്ചെണ്ണ വില 450 കടന്നിരിക്കുകയാണ്. തേങ്ങ കിലോ 85 മുതൽ 90 രൂപയിലെത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 170 രൂപയായിരുന്നു വില. ഒരു വർഷം പിന്നിടുമ്പോൾ 300 രൂപയുടെ കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേ കാലത്ത് തേങ്ങ വില 35 രൂപയിൽ നിന്ന് 90-ലെത്തി. 55 രൂപയുടെ മുന്നേറ്റമാണ് തേങ്ങയിലുണ്ടായിരിക്കുന്നത്. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഉപയോഗം കുറയ്ക്കാൻ വീടുകളും ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും നിർബന്ധിതരായിരിക്കുകയാണ്. മാത്രമല്ല, തേങ്ങ ഉപയോഗിച്ചുള്ള കറികൾ ഏറെയും ഒഴിവാക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം വിലക്കുറവുള്ള സൂര്യകാന്തി പാമോയിലുകളെയാണ് ഏറെ പേരും ആശ്രയിക്കുന്നത്. പാമോയിൽ സൂര്യകാന്തി എണ്ണ വില യഥാക്രമം ലിറ്ററിന് 120 രൂപയും 150 രൂപയും ആയിരിക്കെ വെളിച്ചെണ്ണ ചില്ലറ വില 450 രൂപയ്ക്ക് മുകളിലാണ്. കേരളത്തിൽ കൊപ്ര വില കിലോയ്ക്ക് 272 രൂപയും തമിഴ്നാട്ടിൽ 245 രൂപയുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാപ്പി വിലയിൽ ഇടിവ്. 3 മാസത്തിനിടെ അറബിക്ക ഇനത്തിന്റെ വില 17%, റോബസ്റ്റ ഇനത്തിന്റെ വില 30% കുറഞ്ഞതായാണ് കോഫി ബോർഡിന്റെ കണക്ക്. ബ്രസീലിൽ വിളവെടുപ്പ് ഊർജിതമായതും വിയറ്റ്നാമിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചതും ആഗോളതലത്തിൽ കാപ്പിയുടെ കടുപ്പം കുറച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ $5,700 നീങ്ങിയ കാപ്പി 7.5 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ $3,500 ഇടിഞ്ഞു. 5 മാസത്തിനിടയിൽ ടണ്ണിന് $2,200 ഉൽപ്പന്ന വിലയിൽ കാപ്പിക്ക് നഷ്ടമായി. വിളവെടുപ്പിനിടയിൽ ബ്രസീലിൽ കരുതൽ ശേഖരം ഉയർന്നതും കാലാവസ്ഥ അനുകൂലമായത് അടുത്ത സീസണിലെ വിളവ് മെച്ചപ്പെടുത്തുമെന്ന സൂചനകളും കാപ്പിയെ പരിങ്കലിലാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അറബിക്ക കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിലും റോബസ്റ്റ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് വിയറ്റ്നാമുമാണ്. ബ്രസീലിയൻ തോട്ടങ്ങളിൽ വിളവെടുപ്പ് പകുതിയിലധികം പൂർത്തിയായി. ആ നിലയ്ക്ക് വില തകർച്ചയുടെ ആക്കം പിടിച്ചു നിർത്താൻ ഇനി വിപണിക്കാകും. ഇതിനിടയിൽ വിദേശത്തെ തളർച്ച കണ്ട ആഭ്യന്തര വ്യവസായികൾ ഉയർന്ന വിലയ്ക്ക് സംഭരണം കുറച്ചു. നേരത്തെ വയനാട്ടിൽ 284 രൂപ വരെ ഉയർന്ന റോബസ്റ്റ കാപ്പി നിലവിൽ 180 രൂപയായി താഴ്ന്നു. കഴിഞ്ഞ സീസണിലെ ഉൽപാദനക്കുറവും ആഗോള വിലക്കയറ്റവും അവസരമാക്കിയാണ് കാപ്പി സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ നീക്കവുമായി കേരഫെഡ്. ഓണക്കാലത്ത് BPL ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുമെന്ന് കേരഫെഡ് ചെയർമാൻ അറിയിച്ചു. സംസ്ഥാനത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 440 രൂപയാണ്. വെളിച്ചെണ്ണ വില ഓരോ ദിവസവും കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഓണക്കാലത്ത് BPL കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാമെന്ന് കേരഫെഡ് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സബ്സിഡി നിരക്ക് പിന്നീട് നിർണ്ണയിക്കും. ഇതിനു മുന്നോടിയായി കർഷകരിൽ നിന്ന് നേരിട്ടുള്ള പച്ചത്തേങ്ങാ സംഭരണം കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലും തുടങ്ങും. തൃശൂരിൽ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചും മറ്റിടങ്ങളിൽ ഈസാഹുമായി സഹകരിച്ചുമാണ് സംഭരണ കേന്ദ്രം തുടങ്ങുക. വിപണി വിലയേക്കാൾ കിലോഗ്രാമിന് 1 രൂപ അധികം നൽകിയാണ് കേരഫെഡ് പച്ചത്തേങ്ങ സംഭരിക്കുക. ഓണവിപണിയിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ലഭ്യത ഉറപ്പുവരുത്താൻ 4.5 ലക്ഷം കിലോഗ്രാം കൊപ്രയ്ക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. കേരഫെഡിന്റെ പ്ലാന്റിൽ നിത്യേന 80,000 കിലോഗ്രാം കൊപ്ര എത്തുന്നുണ്ട്. ആവശ്യത്തിന് കൊപ്ര ലഭിക്കാത്തതുകൊണ്ടാണ് പച്ചത്തേങ്ങ സംഭരണം തുടങ്ങിയിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിലുള്ള പച്ചത്തേങ്ങ ലഭിക്കാനുള്ള പ്രതിസന്ധി മറികടക്കാനാണ് കേരഫെഡ് വിപണി വിലയേക്കാൾ കൂടുതൽ വില നൽകി പച്ചത്തേങ്ങ സംഭരിക്കുന്നത്. സാധാരണ സംഭരണ രീതി ഉപേക്ഷിച്ച് സംഭരണ ദിവസം തന്നെ കർഷകർക്ക് പണം കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഴ കനത്തതോടെ തിരിച്ചടി നേരിട്ട് ജാതി കർഷകർ. പാകമാകാതെ കായ പൊഴിഞ്ഞു പോകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ജാതിക്കായ പൊഴിച്ചലിന്റെ കാരണം കുമിൾ ബാധയാണെന്നാണ് കൃഷി വകുപ്പ് അധികൃതർ പറയുന്നത്. ജാതിയെ ബാധിക്കുന്ന ഗുരുതരമായ കായ പൊഴിച്ചലിന് കാരണമാകുന്ന ഒരു പ്രശ്നമാണ് ഫൈറ്റ് ഓഫ് തോറ കുമിൾ ബാധ. മെയ് അവസാനം മുതലുണ്ടായ തുടർച്ചയായ കനത്ത മഴ കാരണം കർഷകർക്ക് കുമിളിനെ പ്രതിരോധിക്കാനുള്ള ബോഡോ മിശ്രിതം തെളിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതും രോഗവ്യാപനത്തിന് പ്രധാന കാരണമായി. ഈ വർഷം ജാതി തൈകളിൽ നന്നായി കായ് പിടിച്ചതാണ്. എന്നാൽ അത് മുഴുവൻ ഇപ്പോൾ പൊഴുകയാണ്. മരുന്നിലും കറി മസാലകളിലും ചേർക്കുന്നതിനായാണ് ജാതിക്കായും പത്രയും പ്രധാനമായും ഉപയോഗിക്കുന്നത്. കായ് പൊഴിയുന്നത് തടയാൻ ബോഡോ മിശ്രിതം അടിച്ചാൽ മതിയെന്നാണ് കൃഷി വകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ അത് പ്രായോഗികമല്ലെന്നാണ് കർഷകരുടെ വാദം. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.